എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പാവൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാവൽ കൃഷി ചെയ്തതും അതിന് വളമിട്ട രീതിയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് നോക്കിയിരുന്നാൽ മതി, ഐ ബട്ടണിൽ ഇട്ടേക്കാം. പക്ഷേ എങ്കിലും നട്ടു നല്ലതുപോലെയൊക്കെ വന്നുവെങ്കിലും അധികമൊന്നും എനിക്ക് പാവയ്ക്ക് കിട്ടില്ല. ഉള്ളത് പറയാമല്ലോ, ഒരു 2 തോരനും 2 മെഴുക്ക് വരട്ടിക്കൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ചെയ്ത ഒരു കുഞ്ഞു കവറിലെ വിത്താണ് ഞാൻ സീഡ് കടയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിന് നല്ല വലിപ്പമൊന്നുമില്ലായിരുന്നു, കുഞ്ഞു പാവയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി വലുതൊക്കെ കിട്ടണമെന്നാണല്ലോ ആഗ്രഹം. നമ്മൾ ചെയ്യുന്നതായ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ആരോഗ്യമുള്ളതൊക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ എനിക്ക് പാവയ്ക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാവയ്ക്ക് ഞാനും തമ്മിൽ എന്തോ ശത്രുതയുള്ള മാതിരിയാണ്. വളരെ ചെറിയ പാവയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയത്. എന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉള്ള പാവയ്ക്കായിരുന്നു ചെറുതായിരുന്നെങ്കിലും. നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ആ സമയത്ത് എബിനും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് കാണിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല വിത്തുകൾ നോക്കി നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഹൈബ്രിഡ് വിത്തുകൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ കുഞ്ഞ് കവറിനകത്തൊക്കെ കിട്ടുന്നതായ വിത്തുകൾ വാങ്ങിക്കാതിരിക്കുക. ചിലപ്പോൾ നന്നായിന്ന് വരും, ചിലപ്പോൾ നന്നായില്ലെന്ന് വരും. പക്ഷേ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ മൂത്ത പാവയ്ക്കൊക്കെ കാണും, പഴുത്തിരിക്കുന്ന പാവയ്ക്കൊക്കെ കാണും. അത് നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ അരിയിട്ട് ഉണക്കി നട്ടാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല കർഷകരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുക. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നിന്നൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം പറഞ്ഞാൽ അവർ തരും. 2-3 അരി കിട്ടിയാൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വളർത്തിയിട്ട് അതിൽ നിന്നും വിത്തുകളെടുത്ത് നമ്മൾ വയ്ക്കുക. പിന്നെയും വാങ്ങേണ്ട കാര്യങ്ങൾ ഇല്ല. അപ്പം തക്കാളി തന്നെ കണ്ടില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായ തക്കാളി നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യമുള്ളൊരു തക്കാളി വിളഞ്ഞത് നോക്കി എടുത്ത് അതിന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അരിയൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി നമ്മൾ കുഴിച്ചിട്ടു. അത് കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. പാവയ്ക്ക പിടിക്കുമ്പം തന്നെ കായീച്ചകൾ എന്ന് പറയുന്ന ഈച്ചകൾ വന്നിട്ട് ഈ കായെ കുത്തും. ഈ കായ വന്ന് കുത്തിയിട്ട് അത് മഞ്ഞ നിറമാവും, പിന്നെ അതിനകത്ത് പുഴുക്കളാവും, പിന്നെ നമുക്ക് ഈ പാവയ്ക്കൊന്നും കിട്ടുകയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാവയ്ക്ക വരുമ്പം തന്നെ ഒന്നിൽ കവറിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പിരമൺ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാപ്പുണ്ട്, മഞ്ഞക്കണി എന്ന് പറയും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ കെട്ടി തൂക്കിയിട്ടിരുന്നാൽ മതി. ആ ചെടിയുടെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കെട്ടിയിട്ടിരുന്നാൽ അതിനകത്ത് വന്ന് ഈ കായ്ച്ചകൾ ആകർഷിച്ചിട്ട് അതിൽ വന്ന് പറ്റിപ്പിടിച്ചിരുന്നോളും. ഇതാണ് നമ്മുടെ ഫിരമൺ ട്രാപ്പ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, അതിനകത്ത് ഈച്ച ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ, വന്നിരിക്കുന്നുണ്ടല്ലേ, ചത്തും കിടപ്പുണ്ട്. ഇതിനകത്ത് വെള്ളം നിറച്ച് വയ്ക്കണം. അപ്പോൾ ഇതിനകത്തൊരു കേക്ക് ഇരിപ്പുണ്ട്. ഇതാണ് ട്രാപ്പ്. അപ്പോൾ അതിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്, ഇതുവഴിയാണ് കയറി പോകുന്നത് ഈച്ചകൾ. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണിത്. ഇപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്തൂടാണ് ഈ ഈച്ചകൾ കയറി പോകുന്നത്. അവിടെ ഇരിപ്പുണ്ട് കേക്ക്. ട്രാപ്പ് അതിനകത്തുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് പിടിക്കുന്ന പാവയ്ക്കാണിത്. തീരെ ഇതില്ല, ആരോഗ്യമൊന്നും ഇല്ലാത്തതാണിത്. ഇപ്പോൾ തീർന്നു, ഇതിൻ്റെ പിടുത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ നടേണ്ട സമയമായി. ടെറസിൽ ഞാൻ 3-4 മൂട് നട്ടിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ടെറസ് നട്ട് പാവലാണിത്. ഇത് ഹൈബ്രിഡ് വിത്താണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡേറ്റും ഒക്കെ നോക്കി വേണം വാങ്ങിക്കാൻ. ഡേറ്റ് കഴിഞ്ഞ വിത്തുകളൊന്നും വാങ്ങിക്കരുത്. അതുപോലെ നല്ല ഇനം വിത്തുകളും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇത്ര നല്ല കവറിലെ വിത്ത് വാങ്ങിച്ചിട്ട് പോലും ഇത്രയും 12 വിത്തുകളുണ്ടായിരുന്നു ഇതിനകത്ത്. ഈ 3 എണ്ണത്തിൽ മാത്രമേ പിടിച്ചോളൂ. ഇത് 2 എണ്ണം വീതം ഞെട്ടയാണ്. ഇതിനകത്ത് ഒരെണ്ണേ പിടിച്ചോളൂ. അതിനകത്ത് 2 എണ്ണം അത് ഞാൻ സഫാരിയുടെ ജൈവവളത്തിൻ്റെ സഞ്ചിക്കകത്താണ് നട്ടിരിക്കുന്നത്. ഇത് 7 സ്റ്റാറിൻ്റെ സഞ്ചിക്കകത്താണ് നട്ടിരിക്കുന്നത്. ഇത് ഗ്രോ ബാഗിനകത്ത്. അങ്ങോട്ടുള്ള ഗ്രോ ബാഗിലൊന്നും പിടിച്ചിട്ടുമില്ല. ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അതൊക്കെ പൊട്ടരിയായിരിക്കും ചിലപ്പോൾ. പിന്നെ കിളിക്കാത്തതൊക്കെ നമ്മുടെ യോഗം മാതിരി ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതേപോലെ കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. മേളിൽ പന്തലുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഓട് കെട്ടിയിട്ട് കയറ് വിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പയറിന് ചെയ്ത പോലെ, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പിന്നെ കയർ താഴോട്ടിട്ട് അതിനകത്തൊരു ഓടും വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുട ഇട്ടിരുന്നാൽ ഈ കയറാകുമ്പോൾ, ഈ ചകിരിയുടെ കയറാകുമ്പോൾ അതിനകത്ത് പടർന്ന് അങ്ങ് കയറിക്കോളും.
ഈ പിരമിഡ് ട്രാപ്പ് കൊണ്ടൊന്ന് മേളിൽ കെട്ടിയിടണം. ഇങ്ങനെ അതങ്ങ് കയറി അങ്ങ് പന്തലിനകത്തോട്ട് കയറിക്കോളും. ഇതിന് എന്തായി വരുമെന്ന് നോക്കട്ടെ. അത് നമ്മൾ ഈ പാവലിൻ്റെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ. പിന്നെയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് വേണ്ടിയത്. അപ്പോൾ ഇത് എല്ലാം നടുന്ന രീതി നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ആദ്യം തന്നെ പാവലിൻ്റെ നടുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയൊക്കെ വളർന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ സ്വല്പം വളമൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ചാണകപ്പൊടിയും ജൈവവളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. എന്നാലും ആഴ്ച തോറും വന്ന് അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് ആഴ്ച തോറും ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാമെങ്കിൽ മാസത്തിൽ 2 വട്ടം വളം ചേർക്കാം. ജൈവവളമോ ചാണകപ്പൊടി എന്തെങ്കിലും മാസത്തിൽ 2 വട്ടം ചെയ്യുക. അത് നിങ്ങൾ ഏതെങ്കിലും 2 ദിവസം ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ ദിവസം തന്നെ വളം കൊടുക്കുക. 2 ദിവസം ചെയ്ത് കൊടുക്കണം. പിന്നെ ആഴ്ച തോറും അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി ഇട്ട് കൊടുത്താൽ അതിന് നല്ല വേരോട്ടമൊക്കെ ഉണ്ടാകും. അതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ. അങ്ങനെ വേരൊന്നും പെട്ടെന്നൊന്നും പൊട്ടുകയില്ല. അത് ആഴത്തിലോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ആഴ്ച തോറും അതിൻ്റെ മണ്ണൊന്ന് ചെവിടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ ഇലയൊക്കെ നോക്കുക. എങ്ങനെയെങ്കിലും കുരുടിയോ ഒക്കെ നിൽക്കുന്നതായ ഇലകൾ നമ്മൾ ഇങ്ങനെ തിരിച്ചും പിരിച്ചുമൊക്കെ നോക്കണം. പെട്ടെന്ന് കീടബാധകൾ ഉണ്ടാകുന്നതാണ് ഈ ഇലകളൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഈ കീടകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ കീടനാശിനികളൊക്കെ വാങ്ങിച്ച് തളിക്കാമെന്ന് വെച്ചാൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം നമ്മുടെ നോട്ടം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഈ കീടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പാവലിനെ ഒക്കെ ബാധിക്കുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ ഈ ഇലകളെയൊക്കെ അങ്ങനെ അരിപ്പ മാതിരി അങ്ങ് ആക്കുന്ന എന്തോ ഒരു സാധനം വന്നിരിക്കും. ഒരു വണ്ടാണത്. അതിനെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കാന്താരിയും കായവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇപ്പം കിട്ടുന്ന കവറുകളുണ്ടല്ലോ, അതിനകത്തോട്ട് ഒഴിച്ച് അരിച്ചാൽ മതി. എന്നിട്ട് അത് ഈ ചെടിയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം. ഇലയിലും പൂവിലും കായലും ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ ഈ കുറേയൊക്കെ നമുക്ക് കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു തോലോടുകൂടി അങ്ങ് എടുത്തിരുന്നാൽ മതി, 1 കുടം. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1 പിടി കാന്താരി, പിന്നെ കായം പാൽക്കായം ആണ് ഏറ്റവും നല്ലത്. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതായ കായം എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം അരിച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ഈ കീടങ്ങൾക്കൊക്കെ വളരെ നന്നായിരിക്കും. ഈ പിരമിഡ് ട്രാപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ ഷംജു ആണ്. അപ്പം ഷംജുവിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഷംജു സത്യം പറഞ്ഞത് പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്ക് 2 തോരനോ 2 മെഴുകുവരട്ടിക്കെങ്കിലും ഈ പാവയ്ക്ക കിട്ടിയത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഷംജുവിന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാക്കയുടെ ഭയങ്കര ശല്യം. കാക്ക എന്തോ കുഞ്ഞിനെയും കണ്ട് അവിടെ തള്ളിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കാക്കകളെല്ലാം കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, നമ്മൾ നടുന്നത് പാവലത്ത് നമ്മുടെ വീട്ടിലുള്ള ഏത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചാണകം, ചാരം, പിന്നെ ജൈവവളങ്ങൾ. ജൈവവളം ഞാൻ വാങ്ങിക്കുന്ന ജൈവവളം ഏറ്റവും നല്ലൊരു വളമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയും വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം, അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജൈവവളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാവലൊക്കെ നല്ലതുപോലെ പടർന്ന് പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ കുറേ വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കൈലിയും എല്ലാം കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. നല്ല കയറും കൈലി തുണിയും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. അതുതന്നെ കായും വരാൻ തുടങ്ങി. നമ്മൾ എത്ര കൃഷി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം നടുമ്പോഴുണ്ടല്ലോ ഒരു കായോ പൂവോ ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇതിൽ ഒരു കായും പൂവൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിനകത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചെറുതൊക്കെ വരാൻ തുടങ്ങി. ഇതൊക്കെ നന്നായി വന്നാൽ മതിയായിരുന്നു. പാവൽ കണ്ടിട്ട് വരുമെന്നാണ് തോന്നുന്നത്. ആരോഗ്യത്തോടെ വരുന്നുണ്ട്. എന്താണ് ഒരു വല്ലാതിരിക്കുന്നത്, അതിനെയൊക്കെ നോക്കണം നമ്മൾ. പുഴുവെല്ലാം ആക്രമിച്ചതാണോ എന്നൊക്കെ നോക്കണം. ഇലയൊക്കെ നിവർത്തി വെച്ച് നോക്കണം കുരുടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കൂടുതലും ശല്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കീടബാധകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബിവേറിയ എന്ന് പറയുന്നതായ ഒരു ജൈവ കീടനാശിനി കിട്ടും.
പിന്നെ അതിൻ്റെ പൂവും കായും ഒക്കെ വരുന്ന സമയത്ത് ഈ സൂഡോമോണസ് 1 സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് തളിച്ചാൽ കുറേ നന്നായിരിക്കും, കുറച്ചുകൂടെയൊക്കെ ആരോഗ്യത്തോടെ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പാവൽ നമുക്ക് നല്ലതുപോലെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുക, പിന്നെ സമയാസമയങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. നമ്മൾ പിന്നെ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നമ്മൾ നോക്കുക. നമ്മുടെ നിരീക്ഷണത്തിൽ കൂടി നമുക്ക് കുറേയൊക്കെ ഈ ചെടികളുടെ രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.